എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ബീർബഹൂട്ടി എന്ന കഥയെ ആസ്പദമാക്കി ഡയറി എപ്രകാരം തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, आज हम चर्चा करेंगे बीरबहूटी कहानी के आधार पर बेला और साहिल की डायरी कैसे तैयार करें. ബീർബഹൂട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ബേലയുടെയും സാഹിലിന്റെയും ഡയറി എപ്രകാരം തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. बच्चों, डायरी लेखन की ओर जाने से पहले मैं जानना चाहता हूं कि आप लोगों में डायरी लिखने की आदत है या नहीं. ഒരു ഡയറി എഴുതുന്നതിന് മുന്നോടിയായിട്ട് എനിക്കറിയേണ്ടത് നിങ്ങളിൽ ഡയറി എഴുതുന്ന ശീലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. हाँ, जहां तक मेरा विचार है कि कुछ छात्र रोज डायरी लिखने में तत्पर होते हैं तो कुछ कभी कभी. ഇപ്പൊ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ചില കുട്ടികൾ എല്ലാ ദിവസവും ഡയറി എഴുതുവാൻ താല്പര്യം കാണിക്കുമ്പോൾ ചിലർ വല്ലപ്പോഴുമൊക്കെ എഴുതുന്നവരാണ്. लेकिन अधिकांश छात्र ऐसे हैं कि जिनमें डायरी लिखने की आदत बिल्कुल नहीं. എന്നാൽ ഭൂരിപക്ഷം കുട്ടികളും എങ്ങനെയുള്ളവരാണ്? ഡയറി എഴുതുന്ന ഒരു ശീലം പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. तो बच्चों सोचिए, हमें एक डायरी लिखना है तो किन किन बातों पर ध्यान देना है. ഇപ്പൊ നമുക്ക് ഒരു ഡയറി എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ. हाँ, एक डायरी लिखते समय पहले पहल डायरी में तारीख की सूचना देना अनिवार्य है. ഒരു ഡയറി എഴുതുന്ന സമയത്ത് അതിൽ ആദ്യം ഡേറ്റ് സൂചിപ്പിക്കേണ്ടത്, ഡയറി എഴുതുന്ന തീയതി സൂചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. जिस दिन डायरी लिखा है ये जानने के लिए डायरी में तारीख होना बहुत जरूरी है. ഏത് ദിവസമാണ് ഡയറി എഴുതിയത് എന്ന് അറിയാനായിട്ട് ഡയറിയിൽ ഡേറ്റ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. तो सोचिए, ये तारीख कहाँ लिखना है. അപ്പോൾ ഡയറിയിൽ ഈ ഡേറ്റ് എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? हाँ, तारीख तो डायरी के प्रारंभ में लिखना है. ഡേറ്റ് ഡയറിയുടെ തുടക്കത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. तो एक और सवाल आप लोगों के मन में जाग उठेंगे कि ये तारीख डायरी में दाएं ओर लिखना है या बाएं. एक डायरी लिखते समय, ഇപ്പോൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് താരീഖ് ഡയറി में दाएं ओर लिखना है या बाएं. ആ ഡേറ്റ് ഡയറിയുടെ വലതുഭാഗത്താണോ എഴുതേണ്ടത് അതോ അത് ഇടതുഭാഗത്തായിട്ടാണോ രേഖപ്പെടുത്തേണ്ടത്? ഈ ഒരു സംശയം നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാവാം. വാസ്തവമേ तारीख डायरी की दाएं या बाएं कहीं भी लिख सकते हैं. तो വാസ്തവത്തിൽ ഡേറ്റ് നമുക്ക് ഡയറിയുടെ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ എവിടെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. तो ध्यान देने की एक और बात तो यह है कि डायरी में तारीख के साथ साथ स्थान एवं समय लिखने की आवश्यकता है या नहीं. ഇപ്പോൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് അതിൽ ഡേറ്റിനോടൊപ്പം തന്നെ സമയവും അല്ലെങ്കിൽ സ്ഥലവും രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം. यहाँ हम कह सकते हैं कि हमेशा समय एवं स्थान लिखने की आवश्यकता नहीं. എല്ലായ്പ്പോഴും നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ഡേറ്റിനോടൊപ്പം സമയവും സ്ഥലവും ഒക്കെ രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. पर स्थान लिखना है तो हम लिख सकते हैं. ഇനി അതല്ല നമുക്ക് സ്ഥലം രേഖപ്പെടുത്തണം, और സമയം ലിഖ്ന ഹെ, സമയം എഴുതണം, ഡയറി എഴുതിയത് എപ്പോഴാണ്, ഏത് സമയത്താണ്
എന്ന് സൂചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതും എഴുതാവുന്നതാണ്. ക്യോങ്കി വ്യക്തി ഹമേശ ഏക് ജഗഹ പർ നഹീ രഹത്തെ. കാരണം വ്യക്തികൾ എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നില്ല. കഹി ന കഹീം ജാക്കർ രഹ്നെ കി സംഭാവന ഹെ. അവർ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ജैसे बीरबहुटी कहानी का मुख्य पात्र साहिल को छठी कक्षा में पढ़ने के लिए अजमेर जाकर वहां के एक हॉस्टल में रहकर पढ़ना पड़ता है. നമുക്ക് ബീർബഹൂട്ടി എന്ന കഥയിൽ അതിലെ പ്രധാന കഥാപാത്രമായ സാഹിലിന് തന്റെ 6ാം ക്ലാസ്സിലേക്കുള്ള തുടർ പഠനത്തിനായി അജ്മീറിൽ പോവുകയും അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ തങ്ങി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. तो उसकी डायरी में वो तारीख के साथ साथ स्थान भी लिख सकता है. അപ്പോൾ ഈ സാഹചര്യത്തിൽ അജ്മീറിൽ പോയി താമസിക്കേണ്ടി വരുന്ന ആ സാഹചര്യത്തിൽ സാഹിലിന് എന്ത് ചെയ്യാം, തന്റെ ഡയറിയിൽ ഡേറ്റിനോടൊപ്പം തന്നെ ആ സ്ഥലവും കൂടെ സൂചിപ്പിക്കാവുന്നതാണ്. ജയ്സെ ഉദാഹരണമായിട്ട് അജ്മീർ എന്നെഴുതിയതിനു ശേഷം एक उपविराम यानी एक कॉलन डालकर उसके बाद तारीख लिख सकता है. 10 ജൂൺ 1982 1982 ജൂൺ മാസം 10. ഇത്തരത്തിൽ ഡേറ്റ് അവിടെ എഴുതാവുന്നതാണ്. ഡേറ്റിന് മുന്നോടിയായിട്ട് സ്ഥലവും കൂടെ എഴുതിക്കൊണ്ട്. ലേക്കിൻ സ്ഥാൻ കി സൂചന ഡയറി കെ അന്തർഗത് ഹോത്തും. ഇപ്പോൾ സാഹിൽ എഴുതിയ ആ ഡയറിക്കുള്ളിൽ ഇപ്പോൾ ജൂൺ മാസം 10-ാം തീയതി അവൻ എഴുതിയ ആ ഡയറിക്കുള്ളിൽ താൻ പുതിയതായി എത്തിച്ചേർന്ന ആ സ്ഥലത്തെക്കുറിച്ച് അജ്മീറിനെ കുറിച്ച് അവൻ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ താരീഖ് കെ സാത്ത് സാത്ത് സ്ഥാൻ ലിഖിനെ കി ആവശ്യകത നഹി. ഡയറിയുടെ തുടക്കത്തിൽ ഡേറ്റ് എഴുതുന്ന സമയത്ത് അതിനോടൊപ്പം എന്ത് എഴുതേണ്ട ആവശ്യമില്ല, സ്ഥലം കൂടെ അവിടെ സൂചിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. और देखना है समय के बारे में. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് സമയത്തെക്കുറിച്ചാണ്. ഡയറിയിൽ ഡേറ്റിനോടൊപ്പം സമയം വയ്ക്കണമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഡയറി കബ് ലിഖാ ഹെ ഇത് സൂചിത കർണേ കെ ലിയെ. ഒരു ഡയറി എപ്പോഴാണ് എഴുതിയത് ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറി മേ താരീഖ് കെ സാത്ത് സാത്ത് സമയ ഫി ലിഖ് സക്തേ ഹെ. ഡയറിയിൽ നമുക്ക് ഡേറ്റിനോടൊപ്പം തന്നെ സമയം കൂടി എഴുതാവുന്നതാണ്. ജൈസെ ഹം ലിഖ് സക്തേ ഹെ. അപ്പൊ നമുക്ക് ഇപ്രകാരം അവിടെ എഴുതാൻ കഴിയും. അജ്മീർ 10 ജൂൺ 1982 രാത് കെ 9:30 ബജെ. അജ്മീർ എന്ന സ്ഥലത്തിന്റെ പേര് എഴുതിയതിനു ശേഷം നമ്മൾ ഡേറ്റ് എഴുതുന്നു 1982 ജൂൺ മാസം 10. ഫിർ ഉസ്കെ നീച്ചെ എന്നിട്ട് തൊട്ട് താഴെയായിട്ട് സമയം കൂടെ സൂചിപ്പിക്കുകയാണ്. രാത് കെ 9:30 ബജെ രാത്രി 9:30 മണി സമയം. ठीक है बच्चों, डायरी के प्रारंभ में तारीख लिखने के कई तरीके हैं. ഇപ്പോൾ ഒരു ഡയറിയുടെ തുടക്കത്തിൽ ഡേറ്റ് എഴുതുന്നതിന് ഒരുപാട് രീതികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. लेकिन परीक्षा में इनमें से एक तरीका अपना सकते हैं. എന്നാൽ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രീതി നമുക്ക് സ്വീകരിച്ചാൽ മതിയാവും. സരാ देखिए, पहला तरीका तारीख सिर्फ अंकों में लिखना है. ഡയറിയിൽ ഡേറ്റ് കേവലം അക്കത്തിൽ മാത്രം എഴുതുന്ന ഒരു രീതിയാണ്. ജയ്സെ ഇപ്പോൾ ഉദാഹരണമായിട്ട് 5 ജൂലൈ 2020 2020 ജൂലൈ മാസം 5-ാം തീയതി എന്നെഴുതുന്നതിന് ഇപ്രകാരം 5/7/2020 എന്നെഴുതിയാൽ മതി. ഇതാണ് ഒരു രീതി. ദൂസര തരീക താരീഖ് മേ മഹീന അക്ഷരം മേ ലിഖന ഹെ. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ആ ഡേറ്റില് മാസത്തെ സൂചിപ്പിക്കുന്നത് അക്കത്തിൽ നിന്ന് മാറ്റി അതിനെ അക്ഷരത്തിലേക്ക് എഴുതുന്ന ഒരു രീതിയാണ്. ജയ്സെ ഉദാഹരണമായിട്ടോ 5 ജൂലൈ 2020 ഇസ് പ്രകാർ ലിഖന ഹെ. 2020 ജൂലൈ 5. ജൂലൈ എന്ന് അവിടെ നമ്മൾ അക്ഷരത്തിൽ എഴുതുന്നു എന്നുള്ളതാണ്. और फिर तीसरा तरीका, ഇനി മൂന്നാമതൊരു രീതി എന്ന് പറയുന്നത് താരീഖ് മേ ദിൻ കോ സൂചിത करने वाला शब्द भी जोड़ना है. ആ ഡേറ്റിനോടൊപ്പം അന്നത്തെ ആ ദിവസത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതിയാണ് മൂന്നാമതായിട്ടുള്ളത്. ജയ്സെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം 5 ജൂലൈ 2020 ശനിവാർ
2020 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ഇപ്രകാരം എഴുതുവാനായിട്ട് സാധിക്കും. और चौथा तरीका ഇനി നാലാമതായിട്ട് മറ്റൊരു രീതി ഉള്ളത് താരീഖ് മേം സ്ഥാൻ ഫി ജോഡ്നാ ഹെ. നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ ഡേറ്റിനോടൊപ്പം സ്ഥലം കൂടെ കൂട്ടി ചേർക്കുന്നതാണ്. ജയ്സെ അജ്മീർ 5 ജൂലൈ 2020. അജ്മീർ എന്ന സ്ഥലത്തിന്റെ പേരെഴുതി ഏക ഉപവിരാം ജോഡ്കർ, ഒരു ഉപവിരാമം, ഒരു കോളൻ അവിടെ ചേർത്തിട്ട് 5 ജൂലൈ 2020 എന്നെഴുതുന്നതാണ്. 2020 ജൂലൈ മാസം 5 എന്നെഴുതുന്ന രീതിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു പാഞ്ചുവാം തരീക, ഇനി അഞ്ചാമത്തെ രീതി എന്താന്ന് ചോദിച്ചാൽ താരീഖ് മേം സ്ഥാൻ കെ സാത്ത് സാത്ത് സമയ് ഫി ജോഡ്നാ ഹെ. ഡേറ്റ് എഴുതുന്ന സമയത്ത് സ്ഥലം എഴുതുന്നതിനോടൊപ്പം തന്നെ സമയവും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന ഒരു രീതിയാണ്. ജയ്സെ ഉദാഹരണമായിട്ട് അജ്മീർ 5 जुलाई 2020, उसके नीचे रात के 9 बजे. എഴുതുകയാണ് അജ്മീർ എന്നെഴുതി एक उपविराम के बाद 5 जुलाई 2020, 2020 ജൂലൈ മാസം 5 എന്ന് എഴുതിയിട്ട് രാത് കെ 9 ബജെ, രാത്രി 9 മണി സമയം എന്നുകൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു ഛഠാ തരീഖ, ഇനി ആറാമതായിട്ടൊരു രീതി എന്ന് പറയുന്നത് താരീഖ് മേം സ്ഥാൻ സമയ और दिन ഫി ജോഡ്നാ ഹെ. സ്ഥലവും സമയവും പിന്നെ ദിവസവും കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ്. ജയ്സെ അജ്മീർ 5 जुलाई 2020 ശനിവാർ രാത് കെ 9 ബജെ. ഇപ്രകാരം എഴുതാവുന്നതാണ്. അജ്മീർ എന്ന സ്ഥലം എഴുതിയിട്ട് ഡേറ്റ് എഴുതുന്നു 5 ജൂലൈ 2020, 2020 ജൂലൈ മാസം 5 എന്നെഴുതുന്നു. ഉസ്കെ നീച്ചെ അതിന് താഴെയായിട്ട് ശനിവാർ, ശനിയാഴ്ച എന്നവിടെ രേഖപ്പെടുത്തി. फिर उसके नीचे रात के 9 बजे, രാത്രി 9 മണി എന്ന് അവിടെ സമയവും രേഖപ്പെടുത്തി. പരീക്ഷ में इनमें से किसी एक तरीका अपना सकते हैं. അപ്പോൾ നമ്മൾ ഇവിടെ ഡയറിയിൽ ഡേറ്റ് എഴുതുന്നത് വ്യത്യസ്തമായ 6 രീതികളാണ് ഇവിടെ പരിചയപ്പെട്ടത്. പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു രീതി സ്വീകരിച്ചാൽ മതിയാവും. ठीक है बच्चों, अब हमें देखना है कि एक डायरी में किसका विचार व्यक्त किया जाता है. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഡയറിയിൽ ആരുടെ ചിന്തകളാണ് പ്രകടമാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഹമേ മാലൂം ഹെ, നമുക്കറിയാവുന്നതാണ്. एक डायरी में लिखने वाले का विचार व्यक्त किया जाता है. അത് എഴുതുന്നയാളിന്റെ, ഡയറി എഴുതുന്നയാളുടെ മനസ്സിലെ ചിന്തകളാണ് അതിൽ പ്രകടമാക്കപ്പെടുന്നത്. लिखने वाला घटना पर अपना विचार प्रस्तुत करता है. അപ്പോൾ लिखने वाला ഡയറി എഴുതുന്നയാള് ഘട്നാ പർ തന്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അപ്ന വിചാർ പ്രകട് കർത്താ ഹെ, തന്റെ മനസ്സിലെ ചിന്തകളാണ് ആ ഡയറിയിലൂടെ പ്രകടമാക്കുന്നത്. साथ साथ उसका निजी अनुभव, दृष्टिकोण, आसपास के वातावरण आदि का प्रभाव भी डायरी में पड़ता है. അപ്പോൾ ആ എഴുതുന്നയാളുടെ ചിന്തകളാണ് ഡയറിയിൽ എഴുതുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഡയറി എഴുതുന്ന വ്യക്തിയുടെ നിജി അനുഭവ, വ്യക്തിപരമായ അനുഭവങ്ങളും, ദൃഷ്ടികോൺ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും, ആസ്പാസ് കാ വാതാവരൺ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ തുടങ്ങിയവയുടെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ആ ഡയറിയിൽ ഉണ്ടാവാം. ठीक है बच्चों, अब हमें देखना है कि डायरी में केवल एक ही दिन की बातें होती है या नहीं. ഇപ്പോൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് അതിൽ കേവലം ഒരൊറ്റ ദിവസത്തെ കാര്യം മാത്രമാണോ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഹം നിസ്സന്ദേഹ കഹ സക്തേ ഹൈ നഹി, നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് അല്ല എന്ന്. ഒരിക്കലും ഒരു ഡയറിയിൽ ആ ഡയറി എഴുതുന്ന ആ ദിവസത്തെ അനുഭവങ്ങൾ മാത്രമല്ല എഴുതുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഡയറി മേ സിർഫ് ഏക് ദിൻ കി ബാത്തേ നഹി ഹോത്തി ഹെ. ഒരു ഡയറിയിൽ കേവലം അത് എഴുതുന്ന ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തുന്നത്. പിന്നെ എന്തൊക്കെയാണ് രേഖപ്പെടുത്തുന്നത്? क्योंकि उसमें व्यक्त विचारों या घटनाओं का भूत और भविष्य के साथ संबंध होता है. എന്തെന്നാൽ
ഇപ്പോൾ നമുക്കറിയാം, നാം ഡയറി എഴുതുമ്പോൾ ആ ഡയറി എഴുതുന്ന ദിവസത്തെ ആ സംഭവങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തുന്നത്. ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ മുൻ ചിന്തകളും മുൻ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട തുടർ ചിന്തകളും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഒക്കെ നാം എഴുതുന്ന ആ ഡയറിയുടെ താളുകളിൽ കടന്നു വന്നു എന്ന് വരാം. जैसे बेला और साहिल का एक दूसरे से बिछुड़ने की यानी अलग होने के दिन की ഡയറി में. ഇപ്പൊ ബേലയും സാഹിലും, നമ്മുടെ ബീർബഹൂട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ബേലയും സാഹിലും പരസ്പരം വേർപിരിയുന്ന ആ ദിവസത്തെ അവരുടെ ഡയറിയിൽ ഉസ് ദിൻ കെ അനുഭവവും ഏവം വിചാരവും കെ സാത്ത് സാത്ത്, അപ്പൊ അവർ വേർപിരിയുന്ന ആ ദിവസത്തെ അനുഭവങ്ങളോടും ചിന്തകളോടും ഒപ്പം അവരുടെ ഡയറിയിൽ മറ്റെന്തൊക്കെയാ കടന്നു വരാൻ സാധ്യതയുള്ളത്? പിछले दिन तक उन दोनों की दोस्ती की यादें, കഴിഞ്ഞ ദിവസം വരെയുള്ള അവരുടെ ആ സൗഹൃദത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ കടന്നു വരാം. और आगे के दिनों में उन्हें जो अकेलापन भोगना पड़ेगा उनका विचार भी होना सहज है. അപ്പോൾ വരും നാളുകളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒറ്റപ്പെടലിന്റെ അനുഭവം അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള ചിന്തകളും സ്വാഭാവികമായിട്ട് അവരുടെ ഡയറിയിൽ കടന്നു വരാം. ठीक इसी प्रकार सुरेंद्र जी से जिस दिन बेला को दंडु मिलती है, അപ്പോൾ ഇപ്രകാരം തന്നെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയിൽ നിന്ന് ബേലയ്ക്ക് ശിക്ഷ ലഭിക്കുന്ന ആ ദിവസം ഉസ് ദിൻ കി ബേല കി ഡയറി മേ, ആ ദിവസം ബേല എഴുതുന്ന ഡയറിയിൽ पिछले दिन तक क्लास में और साहिल के मन में बेला को जो स्थान था उसके संबंध में बेला के मन का विचार भी प्रकट होता है. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുന്നിലായിരുന്നാലും അതുപോലെ തന്നെ സാഹിലിന്റെ മനസ്സിലും ബേലയ്ക്കുണ്ടായിരുന്ന ആ ഒരു സ്ഥാനം, അതിനെക്കുറിച്ചുള്ള ബേലയുടെ ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. സാഥ് ഹി സാഥ് ആജ് കി ദുസ്ഥിതി, അതോടൊപ്പം തന്നെ ഇന്ന് അവൾക്ക് നേരിടേണ്ടി വരുന്ന ആ ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്, അതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവും. और आगे सबके मन में अपने लिए क्या स्थान होगा ऐसा विचार भी आना सहज है. और आगे के दिनों में, ഇനി വരും നാളുകളിൽ सबके मन में अपने लिए क्या स्थान होगा, എല്ലാവരുടെയും മനസ്സിൽ തനിക്ക് എന്ത് സ്ഥാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ചിന്തകളും സ്വാഭാവികമായിട്ട് ബേലയുടെ ആ ഡയറിയിൽ കടന്നു വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച രണ്ട് ഉദാഹരണങ്ങളിലും ഡയറിയിൽ ആ ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല കടന്നു വരുന്നത്. ഒന്നാമത് പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ സാഹിലും ബേലയും വേർപിരിയുന്ന ദിവസത്ത് അവരുടെ ഡയറിയിൽ അന്നേ ദിവസത്തെ അവരുടെ മനസ്സിലെ ദുഃഖകരമായ ഒരു അനുഭൂതി അവരതിൽ രേഖപ്പെടുത്തും. എന്നാൽ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വരെയുള്ള അവരുടെ ആ സൗഹൃദത്തിന്റെ നല്ല നാളുകളുടെ ഓർമ്മകൾ അതിൽ കടന്നു വരാം. ഒപ്പം നാളെയുടെ ആ ഒറ്റപ്പെടലിന്റെ ദിവസത്തെക്കുറിച്ചുള്ള ആശങ്കകളും അതിൽ കടന്നു വരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സന്ദർഭത്തിൽ ക്ലാസ്സിൽ ഗണിതാധ്യാപകനിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ദിവസത്തെ ബേലയുടെ ഡയറിയിൽ തൻ്റെ ആ ദിവസത്തെ ദുഃഖകരമായ അനുഭവത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം വരെ ക്ലാസ്സിലെ കുട്ടികളുടെയും സാഹിലിന്റെയും മനസ്സിൽ തനിക്കുണ്ടായിരുന്ന ആ ഒരു നല്ല സ്ഥാനം, അതിനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരാം. അതുപോലെ തന്നെ നാളെയുടെ ദിനങ്ങളിൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള മനസ്സിലെ ചില ആശങ്കകളും ആ ഡയറിയിൽ പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഡയറിയിൽ ആ എഴുതുന്ന ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ മുൻ അനുഭവങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ കടന്നു വരാം. डायरी लिखते समय हमारे मन में ये सवाल भी उठता है कि डायरी में विचारों को क्रमबद्ध रूप से लिखना है या नहीं. ഇപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവാം, നമ്മൾ ആ ഡയറിയിൽ മനസ്സിലെ ചിന്തകളെ ക്രമബദ്ധ രൂപത്തിൽ ലിഖനാ ഹേ യാ നഹി, ക്രമബദ്ധമായിട്ട് എഴുതണോ അതോ വേണ്ടയോ എന്നുള്ളത്. हम कह सकते हैं कि डायरी में विचारों को क्रमबद्ध रूप से प्रस्तुत करने की आवश्यकता नहीं. ഡയറി എഴുതുമ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണവുമില്ല. ചിന്തകളെ ഇങ്ങനെ ക്രമബദ്ധമായിട്ട് ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ എഴുതുന്നത് പോലെ കൃത്യമായി ക്രമാനുഗതമായി കഥാവികാസം വരുന്നത് പോലെ ഡയറിയിലും കാര്യങ്ങൾ ഒരേ തുടക്കവും ഒടുക്കവും ഒക്കെ കൃത്യമായിട്ട് ക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. डायरी लिखते समय मन में जो विचार उभर आता है उसे लिख सकते हैं.
നമ്മൾ ഡയറി എഴുതാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്തകളാണോ ആ സമയം മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് നമുക്കിവിടെ എഴുതാവുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊരു ക്രമം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബച്ചു हमें ये समझना चाहिए कि ഡയറി एक വൈയക്തിക രചന है. ഇപ്പൊ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഡയറി എന്ന് പറയുന്നത് വളരെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു രചനയാണ്. അത് उसमें वैयक्तिक विचारों एवं अनुभूतियों की संवेगात्मक अभिव्यक्ति होती है. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറി എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു രചനയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മേം വൈയക്തിക വിചാരവും അതിൽ വ്യക്തിപരമായ ചിന്തകളും ഓർ അനുഭൂതിയോ വ്യക്തിപരമായ അനുഭവങ്ങളുടെയും അല്ലെ അനുഭൂതികളുടെയും സംവേഗാത്മക അഭിവ്യക്തി ഹോത്തി ഹെ. ഒരു ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ആ ഡയറിക്കുള്ളിൽ വരുന്നത്. അതാ വ്യക്തിക്ക് മൻ കി ഖുഷി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മനസ്സിലെ സന്തോഷം, ദുഃഖ് അവന്റെ ദുഃഖം, ആകാംക്ഷ അവന്റെ മനസ്സിലെ ഉത്കണ്ഠ ആദി ഭാവോं की सूचना ഡയറി में अवश्य मिलती है മുതലായവയെ കുറിച്ചുള്ള ആ സൂചനകൾ ഒരു ഡയറിയിൽ തീർച്ചയായും ഉണ്ടാവും. ആകെ ഹമേं ധ്യാൻ देना है ഡയറി की ഭാഷ के संबंध में. ഇനി നമുക്ക് നോക്കേണ്ടത് ഡയറിയുടെ ഭാഷയെ കുറിച്ചതാണ്. सोचिए ഡയറി की ഭാഷा की शैली कैसी होती है. ആലോചിച്ച് നോക്കുക, എങ്ങനെയുള്ള ഒരു ഭാഷാ ശൈലിയാണ് ഒരു ഡയറിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. व्यक्ति अपने अनुभव, विचार और दृष्टिकोण के अनुसार लिखी जाने वाली डायरी की भाषा की शैली आत्मनिष्ठ होती है. ഇപ്പോൾ ഒരു വ്യക്തി തൻ്റെ അനുഭവങ്ങളും അതുപോലെ ചിന്തകൾക്കും അതുപോലെ കാഴ്ചപ്പാടുകൾക്കും ഒക്കെ അനുസരിച്ച് എഴുതുന്ന തൻ്റെ ആ ഡയറിയുടെ ഭാഷ എന്ന് പറയുന്നത് തികച്ചും ആത്മനിഷ്ഠ ഭാഷാ ശൈലി തന്നെയാണ്. ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. यहाँ डायरी लिखने वाला व्यक्ति स्वयं को संबोधित करने के लिए उत्तम पुरुष सर्वनाम मेम के विभिन्न रूपों का प्रयोग करता है. അപ്പോൾ ഇവിടെ ഡയറി എഴുതുന്ന ആ വ്യക്തി തന്നെ കുറിച്ച് സംബോധന ചെയ്യാനായിട്ട് ഒരിക്കലും എന്തുപയോഗിക്കില്ല, അവന്റെ പേര് ഉപയോഗിക്കില്ല. പകരം ഉത്തം പുരുഷ സർവനാമമായിട്ടുള്ള മെയിം എന്ന ഫസ്റ്റ് പേഴ്സണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിം എന്ന ആ സർവനാമത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്, പ്രത്യയങ്ങൾ ചേർന്ന് വരുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് അവിടെ ഉപയോഗിക്കുക. ജയ്സെ മേ, മുജ്കോ, മേര, മുജ്സെ ആദി. ഞാൻ, എനിക്ക്, എൻ്റെ, എന്നോട്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് അതിനകത്ത് വരിക. കഹീഫി അപ്പന നാം ലിഖിനേക്ക് ആവശ്യകത നഹി. ഇപ്പൊ ഡയറി എഴുതുന്ന വ്യക്തി ഒരിടത്തും എന്ത് ചെയ്യേണ്ടതില്ല, അദ്ദേഹത്തിന്റെ പേര് എഴുതേണ്ട ആവശ്യം ഇല്ല. ജैसे वो लिख सकता है, അപ്പോൾ അവന് തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതാൻ കഴിയും, ആജ് മേരെ ലിയേ ഖുശി കാ ദിൻ ഥാ. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിനമായിരുന്നു. और आज का दिन मैं कभी भूल नहीं सकता. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് അവിടെ വരിക. ഡയറി में वाक्यों के कई रूपों का प्रयोग किया जाता है. ഇപ്പോൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ വളരെ വ്യത്യസ്തമായ രീതിയിലാവാം. ജയ്സെ പ്രസ്താവന വാക്യം, ആമുഖമായിട്ടുള്ള വാക്യങ്ങൾ, ആശ്ചര്യബോധക, അതിശയം ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, പ്രശ്നവാചക, ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങൾ, ഇതൊക്കെ ഡയറിക്കുള്ളിൽ വരാം. കൂടാതെ വാക്യാംശങ്ങൾ ഉപയോഗിക്കാം. അപൂർണ വാക്യം, ഒന്നോ രണ്ടോ വാക്കുകൾ എഴുതി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള അപൂർണങ്ങളായ വാക്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാം. ठीक है बच्चों, एक डायरी लिखते समय ध्यान देने की बातों को एक बार फिर देखिए. ഇപ്പോൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. പെഹ്ലാ ജോ ഹെ താരീഖ് की सूचना. ഇപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യമായി രേഖപ്പെടുത്തേണ്ടുന്നത് ആ ഡയറി എഴുതുന്ന തീയതി തന്നെയാണ്. और दूसरा घटना पर अपना विचार प्रस्तुत करना. സംഭവവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ തന്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി തന്റെ മനസ്സിലെ ചിന്തകൾ പ്രസ്തുതീകരണ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. और तीसरा विचारों का भूत एवं भविष्य के साथ संबंध. തന്റെ മനസ്സിലെ ആ ചിന്തകൾ അത് അന്നത്തെ ദിവസത്തെ മാത്രമല്ല തന്റെ മുൻ അനുഭവങ്ങളും അതുപോലെ തന്നെ
തുടർ ചിന്തകളുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയെ കുറിക്കുന്ന കാര്യങ്ങളുമായിട്ട് അതിനോട് ബന്ധപ്പെടുത്തി എഴുതാവുന്നതാണ്. ചൗഥ, വിചാരോം കി ക്രമബദ്ധത കി സരൂരത്ത് നഹി. തന്റെ മനസ്സിലെ ചിന്തകൾ ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ അത് കൃത്യമായിട്ട് ക്രമാനുഗതമായിട്ട് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ചിന്തകൾക്കനുസരിച്ച് അതിനെ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താവുന്നതാണ്. और पांचवा, വിചാരോം കി സംവേഗാത്മക അഭിവ്യക്തി. തന്റെ മനസ്സിലെ ചിന്തകളുടെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് ഡയറിയിലൂടെ കാണാൻ കഴിയുന്നത്. ഛഠ, ആത്മനിഷ്ഠ ഭാഷാ കാ പ്രयोग. ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ് ആ ഡയറിയിലൂടെ ഉപയോഗിക്കേണ്ടത്. और सातवां, ഉചിത് വാക്യ സംരചന കാ പ്രयोग. അനുയോജ്യമായ സെന്റൻസുകളുടെ പ്രയോഗം. ജैसे പ്രസ്താവന വാക്യം, ആമുഖ വാക്യങ്ങൾ, ആശ്ചര്യബോധക അതിശയോക്തി കലർന്നവ, പ്രശ്നവാചക സ്വയം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങൾ, വാക്യാംശങ്ങൾ, അപൂർണ വാക്യ ആദി അപൂർണമായ വാക്യങ്ങൾ മുതലായവ. ठीक है बच्चों, आगे हमें डायरी का एक नमूना देखें. നമുക്കിനി ഡയറിയുടെ ഒരു മാതൃക കാണാം. പ്രസംഗത്തോ ഏഹ്, അതിന്റെ സന്ദർഭം ഇതാണ്. മാർ സാബ് സുരേന്ദ്ര ജി के व्यवहार से बेला बहुत दुखी है. സുരേന്ദ്ര ജി എന്ന ഗണിതാധ്യാപകന്റെ പെരുമാറ്റത്തില് ബേല വല്ലാതെ ദുഃഖിതയാണ്. ഈ संदर्भ के आधार पर बेला की डायरी कल्पना करके लिखे. ഈ ഒരു സാഹചര്യത്തിൽ ബേലയുടെ ഡയറി ഇപ്രകാരമായിരിക്കുമെന്ന് സങ്കല്പിച്ച് എഴുതുക. देखिए बच्चों, बेला की डायरी लिखते समय पहले हमें क्या लिखना है? ബേലയുടെ ഈ ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്താണ് എഴുതേണ്ടത്? താരീഖ് ലിഖ്ന ഹെ. അപ്പൊ നമുക്ക് ആദ്യം എന്താ എഴുതേണ്ടത്? ഡേറ്റ് ആണ് എഴുതേണ്ടത്. യഹാ ഹം ലിഖ് സക്തേ ഹെ. ഇവിടെ നമുക്ക് എഴുതാൻ കഴിയുന്നത് 5 ജൂലൈ 1981 ബുധവാർ രാത് കെ 9 ബജെ. 1981 ജൂലൈ മാസം 5 ബുധവാർ ബുധനാഴ്ച, രാത് കെ 9 ബജെ രാത്രി 9 മണി. ഇപ്പൊ രാത്രി 9 മണിക്കാണ് ആ ഡയറി എഴുതുന്നത്. ക്യോങ്കി കഹാനി की घटनाएं जो है सन 1981 साल की है. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റ് വെച്ചോന്ന് ചോദിച്ചാൽ ഈ കഥ നടക്കുന്നത് 1981 കാലഘട്ടത്താണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡേറ്റ് അവിടെ നമ്മൾ വെച്ചത്. लेकिन परीक्षा में डायरी लिखते समय किसी भी तारीख लिख सकते हैं. എന്നാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് ഇങ്ങനെ 1981 എന്ന് കൃത്യമായിട്ട് ഡേറ്റ് വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡേറ്റ് അവിടെ വയ്ക്കണമെന്നേ ഉള്ളൂ. तारीख लिखने के बाद आत्मनिष्ठ भाषा शैली में बेला के मन के विचारों का संवेगात्मक प्रस्तुति करना है. അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ് ഡയറിയിൽ വച്ചതിന് ശേഷം ആത്മനിഷ്ഠ ഭാഷാ ശൈലിയിൽ ബേലയുടെ മനസ്സിലെ ചിന്തകളുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആ ഡയറിക്കുള്ളിൽ ഉണ്ടാവേണ്ടതാണ്. तो देखिए बच्चों, कैसे होगी बेला की डायरी. ബേലയുടെ ഡയറി എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. आज का दिन उफ मैं कभी भूल नहीं सकती. ഇന്നത്തെ ഈ ദിവസം ഹോ मैं कभी भूल नहीं सकती. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. मन अब भी उदास है. മനസ്സ് ഇപ്പോഴും വല്ലാതെ ഉദാസീനമായിരിക്കുന്നു. ऐसी दुखद अनुभूति मुझे पहले कभी नहीं हुई थी. ഇപ്രകാരം വളരെയധികം ദുഃഖപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു അനുഭവം മുझे पहले कभी नहीं हुई थी, എനിക്ക് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഗണിത का पीरियड, ആ മാത്സ് പീരീഡ്, और सुरेंद्र जी का व्यवहार, ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയുടെ ആ പെരുമാറ്റം. उन्होंने मुझसे क्यों ऐसा किया, അദ്ദേഹം എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തത്? छोटी सी गलती पर क्लास के सभी बच्चों के सामने मार साहब ने मेरे बालों में पंचा फसाया. छोटी सी गलती पर, വളരെ ചെറിയൊരു തെറ്റിനാണ് ക്ലാസ് കെ സഫി ബച്ചോं के सामने, ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് മാർ സാഹബ് ने मेरे बालों में पंचा फसाया, അധ്യാപകൻ എൻ്റെ തലമുടിയിൽ പിടിച്ചത്. बाद में उन्होंने कॉपी को मेरे बैठने की जगह पर फेंक दिया. അതിനുശേഷം അദ്ദേഹം
എന്റെ കോപ്പി ബുക്കിനെ മേരെ ബൈഠ്നെ കി ജഗാ പർ ഫേങ്ക് ദിയ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിയുകയും ചെയ്തു. मैं बहुत डर गई थी. ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. മേരെ പാവ് ഫി കാംബ് രഹേ थे. ആ സമയത്ത് എന്റെ കാലുകളും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാഹിൽ മേരെ പാസ് था. സാഹിൽ എന്റെ അടുത്തുണ്ടായിരുന്നു. മേരെ ബാരെ മേ വോ ക്യാ സോച്താ ഹോഗ. എന്നെ കുറിച്ച് എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക? സാഹിൽ കെ സാമനെ ആജ് ദണ്ഡ് മിൽനെ സെ മേ അധിക ദുഃഖി ഹൂ. സാഹിലിന്റെ മുന്നിൽ വെച്ച് ഇന്ന് ശിക്ഷ കിട്ടിയതിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. ക്യോങ്കി മുझे मालूम है कि സാഹിൽ की नजर में मैं बहुत अच्छी हूँ. എനിക്കറിയാം സാഹിലിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വളരെ നല്ല കുട്ടിയാണ്. शर्म के कारण मैं आज उससे नजर नहीं मिला पाई. शर्म के कारण, ലജ്ജ കാരണം मैं आज उससे नजर नहीं मिला पाई. എനിക്ക് ഇന്ന് സാഹിലിനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കൽ സ്കൂൾ ജാനെ കോഫി മൻ നഹി ലഗ്ത. നാളെ സ്കൂളിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. മുझे आज समय पर नींद भी नहीं आ रहा है. എനിക്കിന്ന് പതിവ് പോലെ ഉറങ്ങാനും കഴിയുന്നില്ല. देखिए बच्चों, हम बेला की डायरी के अंत में नाम लिखना है तो नाम लिख सकते हैं. അപ്പോൾ ഈ ഡയറിയുടെ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ബേല എന്ന പേരൂടെ എഴുതണമെങ്കിൽ എഴുതാം. लेकिन ऐसा लिखने की आवश्यकता भी नहीं. എന്നാൽ അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ ഡയറി जो है बेला की है. ഇത് ബേലയുടെ ഡയറിയാണ്. उसके अंतर्गत हर एक पन्नों में नाम लिखने की जरूरत नहीं. ആ ഡയറിയുടെ ഉള്ളിൽ ഓരോ പേജിൽ ആ ഡയറി ഓരോ ദിവസത്തെ എൻട്രി കഴിയുന്ന സമയത്ത് അവിടെ പേരെഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ठीक है बच्चों, डायरी का एक और नमूना देखिए. ഡയറിയുടെ മറ്റൊരു മാതൃക കൂടെ നോക്കൂ. प्रसंग तो ये है कि ഇപ്പോൾ സന്ദർഭം ഇതാണോ? बेला से बिछुड़ने के कारण സാഹിൽ बहुत दुखी है. ബേലയുമായിട്ട് വേർപിരിഞ്ഞത് കാരണം സാഹില് വല്ലാതെ ദുഃഖിതനാണ്. സാഹിൽ की डायरी कल्पना करके लिखे. സാഹിലിന്റെ ഡയറി ഒന്ന് സങ്കല്പിച്ച് എഴുതുക. देखिए, यहाँ पहले तारीख लिखना है. यहाँ तारीख के साथ साथ स्थान भी लिखा है. फुलेरा 30 मार्च 1982 बुधवार रात के 8:30 बजे. അപ്പോൾ ഇവിടെ ഡേറ്റിനോടൊപ്പം സ്ഥലം കൂടെ വെച്ചിട്ടുണ്ട്. ഫുലേര എന്ന് 1982 മാർച്ച് മാസം 30-ാം തീയതിയുള്ള ഡയറിയാണ്. ബുധനാഴ്ചയാണ്. രാത് കെ 8:30 ബജെ, രാത്രി 8:30 മണി സമയത്താണ് ഈ ഡയറി എഴുതുന്നത്. ആജ് കാ ദിൻ മേ കൈസെ ഭൂലു. ഇന്നത്തെ ഈ ദിവസം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? 5वीं कक्षा का रिजल्ट आया था. अच्छा ग्रेड भी मिला. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിരുന്നു. നല്ല ഗ്രേഡും കിട്ടി. फिर भी मन बहुत उदास है. എന്നിട്ടും മനസ്സ് വല്ലാതെ ഉദാസീനമായിരിക്കുന്നു. इतना उदास है कि कुछ भी लिखने को मन नहीं लगता. ഒന്നും എഴുതാൻ പോലും പറ്റാത്ത വണ്ണം മനസ്സ് ഉദാസീനമാണ്. क्या लिखूं? എന്ത് എഴുതാൻ? आज स्कूल में बेला के साथ मेरा आखिरी दिन था. ഇന്ന് സ്കൂളിൽ ബേലയോടൊപ്പമുള്ള എൻ്റെ അവസാനത്തെ ദിനമായിരുന്നു. अगले साल बेला के बिना एक नए स्कूल में जाना पड़ेगा. അടുത്ത വർഷം ബേലയെ കൂടാതെ ഒരു പുതിയ സ്കൂളിൽ എനിക്ക് പോകേണ്ടി വരും. പാപ്പ ബേലാക്കു രാജകീയ കന്യാ പാഠശാല में भेज देंगे. ബേലയുടെ അച്ഛൻ അവളെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ അയക്കും. മുझे ഫുലേര छोड़कर അജ്മീർ ജാന പടേഗ. എനിക്ക് ഈ ഫുലേര വിട്ട് അജ്മീറിലേക്ക് പോകേണ്ടി വരും. വഹാ ഹോസ്റ്റൽ മേ രേഖർ പഠന പടേഗ. അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ടി വരും. ബേലാക്കു ബെഡാ ദുഃഖ് ഹോഗ. ബേലയ്ക്കും വല്ലാത്ത വിഷമമുണ്ടാവും. ആജ് തക് ഹമാരി സിന്ദഗി കിത്നി ഖുശി സെ ബിതായി ഥി. ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു. ബീത്തെ കൽ കി യാദേൻ അഫി മൻമേ ഹെ. കഴിഞ്ഞ നാളുകളെ കുറിച്ചുള്ള മധുരിക്കുന്ന ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. മുझे अगले साल बेला के साथ
ബീർബഹൂട്ടിയാം ഖോജിനെ ഖേൽനെ और पढ़ने का मौका नहीं है. എനിക്ക് അടുത്ത വർഷം ബേലയോടൊപ്പം ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നതിനോ കളിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഉള്ള അവസരമുണ്ടാവില്ല. ബേലാക്കെ സമാൻ ഏക് ദോസ്ത്, ബേലയെ പോലെ ഇത്രയും നല്ലൊരു സുഹൃത്ത് ജിന്ദഗി മേ കഭി നഹി മിലേഗ, ജീവിതത്തിൽ ഒരിക്കലും കിട്ടുകയുമില്ല. ക്യാ കരൂ, എന്തു ചെയ്യാനാണ്? ഹേ ഭഗവാൻ, ഹമാരേ സാത്ത് ऐसा ക്യോ ഹോത്താ ഹൈ? ഈശ്വര, ഞങ്ങൾക്ക് എന്താണ് ഈ അവസ്ഥ വരാൻ കാരണം? देखिए बच्चों, आज डायरी के 2 नमूनों से परिचित होने का अवसर मिला है. നിങ്ങൾക്ക് ഇന്ന് ഡയറിയുടെ 2 മാതൃകകൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. दूसरा नमूना जो है वो तो സാഹിൽ की डायरी है. രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് സാഹിലിന്റെ ഒരു ഡയറിയാണ്. ഉസ് ഡയറി को बेला की डायरी के रूप में बदलना आसान है. സാഹിലിന്റെ ആ ഡയറി ബേലയുടെ ഡയറിയുടെ രൂപത്തിലേക്ക് മാറ്റുക വളരെ എളുപ്പമാണ്. ഡയറി में थोड़ा बदलाव लाने से ये संभव है. ഡയറിയിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആ ഡയറിയെ ബേലയുടെ ഡയറി ആയിട്ട് മാറ്റാൻ കഴിയും. देखिए, यहाँ भी हम लिख सकते हैं फुलेरा 30 മാർച്ച് 1982. അപ്പോൾ നേരത്തെ സാഹിലിന്റെ ഡയറി എഴുതിയതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ബേലയുടെ ഡയറിയിലും ആദ്യം നമുക്ക് ഡേറ്റ് അതിനോടൊപ്പം സ്ഥലം കൂടെ ചേർത്ത് എഴുതാൻ കഴിയും. ഫുലേര 1982 മാർച്ച് 30, ബുധവാർ, ബുധനാഴ്ച, രാത് കെ 8:30 ബജെ, രാത്രിയിൽ 8:30 മണി. ആജ് കാ ദിൻ മൈ കൈസെ ഭൂലു, ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? 5वीं കക്ഷാ കാ റിസൾട്ട് ആയാ ഥാ, 5ാം ക്ലാസിന്റെ റിസൾട്ട് വന്നിരുന്നു. അച്ഛാ ഗ്രേഡ് ഫീ മില, നല്ല ഗ്രേഡ് കിട്ടുകയും ചെയ്തു. ഫിർ ഫി മൻ ബഹുത് ഉദാസ് ഹെ, എന്നിട്ടും മനസ്സ് വല്ലാതെ ഉദാസീനമായിരിക്കുന്നു. ഇത്തന ഉദാസ് ഹെ കി കുച്ച് ഫി ലിഖ്നെ കോ മൻ നഹി ലഗ്താ, ഒന്നും എഴുതാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് മനസ്സ് ഉദാസീനമാണ്. ക്യാ ലിഖൂ, എന്താണ് എഴുതേണ്ടത്? ആജ് സ്കൂൾ മേ സാഹിൽ കെ സാത്ത് മേരാ ആഖിരി ദിൻ ഥാ. അപ്പൊ അവിടെ ബേല എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി എന്താക്കുന്നു? സാഹിൽ. ആജ് സ്കൂൾ മേ സാഹിൽ കെ സാത്ത് മേരാ ആഖിരി ദിൻ ഥാ, ഇന്ന് സ്കൂളിൽ സാഹിലിനോടൊപ്പമുള്ള എൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. അഗലെ സാൽ സാഹിൽ കെ ബിന ഏക് നയേ സ്കൂൾ മേ ജാനാ പടേഗ, അടുത്ത വർഷം സാഹിലിനെ കൂടാതെ ഒരു പുതിയ സ്കൂളിൽ എനിക്ക് പോകേണ്ടി വരും. അവിടെ ബേല എന്നുള്ളത് മാറ്റി സാഹിലാക്കി. പാപ്പ മുച്ചേ രാജകീയ കന്യാ പാഠശാല മേ ഫേസ് ദേഖെ, അച്ഛൻ എന്നെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ അയക്കും. ബേലാക്കോ എന്നുള്ളത് മാറ്റിയിട്ട് മുച്ചേ എന്നാക്കി. സാഹിൽ കോ ഫുലേര ചോഡ്കർ അജ്മേർ ജാനാ പടേഗ, അവിടെ മുച്ചേ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി സാഹിൽ കോ എന്നാക്കി. സാഹിലിന് ഫുലേര വിട്ട് അജ്മീറിലേക്ക് പോകേണ്ടി വരും. വാ ഹോസ്റ്റൽ മേ രേഖർ പഠന പടേഗ, അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ടി വരും. സാഹിൽ കോ ബെഡാ ദുഃഖ് ഹോഗ, സാഹിലിന് വല്ലാത്ത വിഷമം ഉണ്ടാവും. അപ്പൊ അവിടെയും ബേലാക്കോ എന്നുള്ളത് മാറ്റി സാഹിൽ കോ എന്നാക്കി. ആജ് തക് ഹമാരി സിന്ദഗി കിത്നി ഖുശി സെ ബിതായി ഥി, ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു. ബീത്തെ ദിനോം കി യാദേം അഭി മൻമേ ഹെ, ആ കഴിഞ്ഞ നാളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. മുച്ചേ അഗലേ സാൽ, എനിക്ക് അടുത്ത വർഷം സാഹിൽ കെ സാത്ത്, അവിടെ ബേല എന്നുള്ളത് മാറ്റി സാഹിൽ എന്നാകുന്നു. സാഹിലിനോടൊപ്പം എന്ത് ചെയ്യാൻ കഴിയില്ല? ബീർബഹൂട്ടിയാം ഖോജിനെ ഖേൽനെ और പഠനെ കാ മൗക്ക നഹി ഹെ, ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നതിനോ കളിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഉള്ള അവസരമില്ല. സാഹിൽ കെ സമാൻ ഏക് ദോസ്ത്, സാഹിലിനെ പോലെ ഒരു സുഹൃത്ത് സിന്ദഗി മേ കഭി നഹി മിലേഗ, ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. അവിടെ ബേല എന്ന് മാറ്റി സാഹിൽ എന്നാക്കി. ക്യാ കരൂ, എന്ത് ചെയ്യാനാണ്? ഹേ ഭഗവാൻ, ഹമാരി സാത്ത് ऐसा ക്യോ ഹോത്താ ഹെ? ഈശ്വര, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? ഇപ്രകാരം നമുക്ക് സാഹിലിന്റെ ഡയറിയിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അത് ബേലയുടെ ഡയറിയാക്കി മാറ്റാനും സാധിക്കും. ബച്ചോ, यहाँ डायरी लेखन के लिए कुछ और प्रसंग दे रहा हूँ, जरा देखिए. ഇപ്പോൾ ഡയറി എഴുതുന്നതിന് വേണ്ടിയിട്ട് വേറെയും ചില സന്ദർഭങ്ങൾ കഥയെ ആസ്പദമാക്കിയിട്ട് നൽകുകയാണ്. നിങ്ങളത് നോക്കുക. और आवश्यक है तो उसे लेकर रहिए. पहला प्रसंग है, साहिल अब अजमेर में नए स्कूल के हॉस्टल में है. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, സാഹിൽ ഇപ്പോൾ
അജ്മീറിലുള്ള ആ പുതിയ സ്കൂളിലെ ഹോസ്റ്റലിലാണ്. നയേ സ്കൂൾ കാ പ്രഥം ദിൻ വോ ഡയറി ലിഖ്താ ഹൈ. ആ പുതിയ സ്കൂളിലെത്തിയ ആദ്യത്തെ ദിവസം അവൻ ഡയറി എഴുതുകയാണ്. സാഹിൽ കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. സാഹിലിന്റെ ഡയറി നിങ്ങളൊന്ന് സങ്കല്പിച്ച് എഴുതുക. ഒരു ദൂസര പ്രസംഗ് ഹെ. രണ്ടാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ബേല അബ് രാജകീയ കന്യാ പാഠശാല മേ പഠിത്തി ഹെ. ബേല ഇപ്പോ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. നയേ സ്കൂൾ കാ പ്രഥം ദിൻ വോ ഡയറി ലിഖ്തി ഹെ. ആ പുതിയ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തിൽ അവളും ഡയറി എഴുതുകയാണ്. ബേല കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. ബേലയുടെ ആ ഡയറി ഒന്ന് സങ്കല്പിച്ച് എഴുതുക. തീസര പ്രസംഗ് ഹെ छत से गिरकर बेला घायल हुई. ये देखकर साहिल को बड़ा दुख हुआ. അപ്പോൾ മട്ടുപ്പാവിൽ നിന്ന് വീണിട്ട് ബേലയ്ക്ക് മുറിവ് പറ്റി. ये देखकर साहिल को बड़ा दुख हुआ. ഇത് കണ്ടിട്ട് സാഹിലിന് വല്ലാത്ത ദുഃഖമായി. उस दिन की साहिल की डायरी कल्पना करके लिखे. ആ ദിവസത്തെ സാഹിലിന്റെ ഡയറി ഒന്ന് സങ്കല്പിച്ച് എഴുതുക. और चौथा प्रसंग है साहिल की पिंडली की चोट देखकर बेला को बड़ा दुख हुआ. നാലാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് സാഹിലിന്റെ കാൽവണ്ണയിൽ ഉള്ള ആ മുറിവ് കണ്ടിട്ട് ബേലയ്ക്ക് വല്ലാത്ത ദുഃഖമായി. ഉസ് ദിൻ കി ബേല കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. ആ ദിവസത്തെ ബേലയുടെ ഡയറി ഒന്ന് സങ്കല്പിച്ചെഴുതുക. देखिए बच्चों, यहाँ कहानी के आधार पर 4 प्रसंग दिए हैं. ഇവിടെ ആ കഥയെ ആസ്പദമാക്കിയിട്ട് 4 സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. आप लोगों को इन प्रसंगों को लेकर ഡയറി ലിഖനെ കെ ലിയെ കോശിഷ് കർണ ചാഹിയെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുള്ള ഈ കഥാ സന്ദർഭങ്ങൾക്കനുസൃതമായി ഡയറി എഴുതുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ठीक है बच्चों, अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे. धन्यवाद.